ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ നിങ്ങളുടെ മോഡൽ എക്സാം? മാത്സ് മോഡൽ എക്സാം ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. ക്വസ്റ്റ്യൻസ് ഭയങ്കര ഈസി ആയിരുന്നു. ആൻസേഴ്സ് ഈസി ആയിരുന്നോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാ ആൻസേഴ്സും കൃത്യമായിട്ട് എഴുതാൻ പറ്റിയോ? എല്ലാ ഫോർമുലാസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു? അതുപോലെ ടൈം, എല്ലാ ക്വസ്റ്റ്യൻസും എഴുതി തീർക്കുവാനുള്ള സമയമൊക്കെ കൃത്യമായിട്ട് കിട്ടിയോ? എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഈസി ആയിരുന്നു. നമുക്ക് പബ്ലിക് എക്സാം ഇത്രയും ഈസി ആവോ എന്നറിയില്ല. ഇതേ രീതിയിൽ തന്നെ ഈസി ആയിരിക്കട്ടെ പബ്ലിക് എക്സാം, അല്ലെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഈസി ആയിരിക്കട്ടെ പബ്ലിക് എക്സാം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മോഡൽ എക്സാം നന്നായി പഠിച്ചിട്ട് എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതിയവരുണ്ടാകാം. അതുപോലെ തന്നെ എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിയാണ്ട് ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ റിവിഷൻ കഴിപ്പിച്ചതിന് ശേഷം എക്സാം എഴുതിയവരും ഉണ്ടാകാം. എത്രത്തോളം പഠിച്ചതാണെങ്കിലും ശരി, ഇനി പഠിക്കാത്ത കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, അതായത് മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നന്നായി പഠിച്ചിട്ട് പബ്ലിക് എക്സാം നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. സോ നമുക്ക് ഈ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ 3 മാർക്സിൻ്റെ സെക്ഷനാണ്. ഏതെങ്കിലും 6 എഴുതാൻ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 ആൻഡ് ആർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ എ ആസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2 2 2 1 1 4 4 1 3 3 3 ആൻഡ് 3 2. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്. ഡൊമെയിനും റേഞ്ച് എഴുതാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ആർ ഈസ് എൻ ഇക്വാലൻസ് റിലേഷൻ, ജസ്റ്റിഫൈ. ടോട്ടൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്നാണ് തന്നിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്, ആർ എന്ന് പറഞ്ഞ റിലേഷനും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈ റിലേഷനിൽ എക്സിൻ്റെ വാല്യൂസാണ് ഡൊമെയിനായിട്ട് എഴുതേണ്ടത്. അതേപോലെ വൈയുടെ വാല്യൂസ് എഴുതിയാൽ റേഞ്ചായി. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സോ ഡൊമെയിൻ എഴുതുമ്പോൾ ഇതിലത്തെ എക്സിൻ്റെ വാല്യൂസ് നോക്കുക. 1 ഉണ്ട്, 2 ഉണ്ട്, വീണ്ടും 1 ഉണ്ട്, സോ പിന്നെ 4 ഉണ്ട്, പിന്നെ 3 ഉണ്ട്. സോ ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് 1 2 3 4 എന്ന് എഴുതാം. അതുപോലെ റേഞ്ച് എഴുതുമ്പോൾ 2 ഉണ്ട് ഇവിടെ, പിന്നെ 1 ഉണ്ട്, സോ 1 എഴുതാം, 2 എഴുതാം, പിന്നെ 4 ഉണ്ട്, 3 ഉണ്ട്. അതായത് 1 2 3 4 തന്നെ റേഞ്ചായിട്ട് വരും. ഇപ്പോൾ ഡൊമെയിനും റേഞ്ചും കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആയിരിക്കണം, അതുപോലെ സിമെട്രിക് ആയിരിക്കണം, അതുപോലെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഈ 3 കണ്ടീഷനും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ആർ ഇക്വാലൻസ് റിലേഷൻ ആവുകയുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാം അത് ഇക്വാലൻസ് റിലേഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഈ 3 കണ്ടീഷൻസും ഒന്ന് എടുത്ത് നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ, റിഫ്ലെക്സീവ് നോക്കുക. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എവറി എലമെൻറ്റ് മാപ്സ് ടു ഇറ്റ് സെൽഫ് എന്നാണ്. ഓരോ എലമെൻറ്റും അതിനോട് തന്നെ മാപ്പ് ചെയ്യണം. അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെൻറ്റ്സ് 1 2 3 4 ഈ 4 എലമെൻറ്റ്സ് ഉണ്ട്. ഈ 4 എലമെൻറ്റ്സും അതിനോട് തന്നെ മാപ്പ് ചെയ്യണം. 1 1 എന്ന് പറയുന്ന എലമെൻറ്റ് റിലേഷനിൽ ഉണ്ടായിരിക്കണം, അതുപോലെ 2 2 എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം, 3 3 ഉണ്ടായിരിക്കണം, 4 4 ഉണ്ടായിരിക്കണം. ഇതേതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ അതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 2 2 ഉണ്ട്, 1 1 ഉണ്ട്, അതുപോലെ 4 4 ഉണ്ട്, 3 3 ഉണ്ട്. എല്ലാ എലമെൻറ്റ്സും ആയല്ലോ അല്ലേ? സോ നമുക്ക് പറയാം ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണെന്ന് പറയാം. കണ്ടീഷൻ ഇവിടെ എഴുതാം. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്. എവറിത്തിങ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. ഫോർ ആർ ഇസ് ഈക്വൽ ടു റിഫ്ലെക്സീവ്. അല്ലെങ്കിൽ ഇൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം, ഫോർ എവറി എ ബിലോങ്സ് ടു എ എ പെയർ എ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. ഫോർ ആർ ഇസ് റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അങ്ങനെ ജനറലായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ എക്സാമ്പിൾ വെച്ചിട്ട് ഇതുപോലെ എഴുതിയാലും മതി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കുക, സിമെട്രിക് ആവണമെന്നുണ്ടെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ ആണെന്നുണ്ടെങ്കിൽ ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ എന്ന് വരണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 1 2 എടുത്തു. 1 2 ബിലോങ്സ് ടു ആർ. ഈ ആർ എന്ന് പറഞ്ഞ റിലേഷനിൽ 1 2 എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് 2 1 എന്ന് പറഞ്ഞ എലമെൻറ്റ് ആറിലില്ല. സോ നമുക്ക് എന്തെന്ന് പറയാം, ആർ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല എന്ന് നമുക്ക് പറയാം. Therefore R is not symmetric എന്ന് എഴുതാം. 1 2 belongs to R but 2 1 does not belongs to R, therefore R is not symmetric. ഇനി ഈ എലമെൻ്റ് തന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എലമെൻ്റ് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം, കുഴപ്പമില്ല. 1 3 ഉണ്ട് ഇവിടെ, 3 1 എന്ന് പറയുന്നത് അതിലില്ല, അങ്ങനെ എഴുതിയാലും മതി. ഏതെങ്കിലും എലമെൻ്റ് ആയാൽ മതി. ഇതിൽ ആർ എന്ന് പറഞ്ഞ റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് കിട്ടി, പക്ഷേ ആർ എന്ന് പറയുന്നത് സിമെട്രിക് അല്ല എന്നാണ് നമുക്ക് കിട്ടിയത്. സോ ഈ 3 കണ്ടീഷനിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ആർ എന്തല്ല, ഇക്വാലൻസ് റിലേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഫോർ ആർ ഇസ് നോട്ട് എൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് എഴുതാം. ഇതിൽ 3ഉം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. 1/√2 വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് 1/√2 എന്നാണ്. 1/√2 എപ്പോഴാവുക, 45 ഡിഗ്രി ആകുമ്പോൾ, അതായത് π/4 എന്ന് പറയുമ്പോൾ. സോ നമുക്ക് ആൻസർ π/4 എന്ന് എഴുതാം.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1/√2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഇവിടെ RHS വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. തന്നിരിക്കുന്ന RHS എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് 2x റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി ആലോചിക്കുക, ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. സോ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സോ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് എടുക്കുക. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് എഴുതാം. എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് സൈൻ തീറ്റ എന്ന് കൊടുക്കുക. സോ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. റൂട്ട് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ എന്ന് എഴുതാം. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വെച്ചാൽ സൈൻ 2 തീറ്റ എന്ന് എഴുതാം. നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. സോ സൈൻ ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്താൽ ബാക്കി 2 തീറ്റ എന്ന് വരും. ഇനി തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. അതാണ് നമ്മുടെ LHS. സോ നമുക്ക് പറയാം അങ്ങനെ പ്രൂവ് ചെയ്തു, ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതാം. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് എ മെട്രിക്സ് ഹാസ് 7 എലിമെൻറ്റ്സ് ദെൻ വാട്ട് ഈസ് എ പോസിബിൾ ഓർഡർ ഓഫ് ദാറ്റ് മെട്രിക്സ് ഇൻ ദ ഫോളോയിങ്. ഇതും ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. മെട്രിക്സിന് 7 എലിമെൻറ്റ്സ്, സാധാരണ നമ്മൾ റോസ് കോളംസ് തന്നിട്ട് എലിമെൻറ്റ്സ് ആണ് ചോദിക്കാറ്. ഒരു മെട്രിക്സിന് 2 റോസ് 3 കോളംസ് ഉണ്ടെങ്കിൽ 2 ഇൻറ്റു 3 അതിൽ 6 എലിമെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് എത്ര രീതിയിൽ അല്ലെങ്കിൽ ഏത് ഓർഡറിൽ നമുക്ക് ആ മെട്രിക്സ് എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. 7/2 ആണെങ്കിൽ 14 എലമെൻറ്റ്സ്, 7/7 ആണെങ്കിൽ 49, 2/7 ആണെന്നുണ്ടെങ്കിൽ 14, അതുപോലെ 7/1 ആണെന്നുണ്ടെങ്കിലാണ് 7 എലമെൻറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എപ്പോഴാണ് 7 കിട്ടുന്നത് എന്ന് നോക്കുക. അതായിരിക്കും ആൻസർ. ഏതൊക്കെ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് 7 എന്നുള്ള ആൻസർ കിട്ടുന്നത്, അല്ലെങ്കിൽ 7ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്. 7 ഇൻറ്റു 1 മാത്രമാണ് വരുന്നത്. സോ ആൻസർ D ആയിരിക്കും. 7/1 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി 1 ഇൻറ്റു 7 ചെയ്താലും നമുക്ക് 7 കിട്ടും, അല്ലെങ്കിൽ 1/7 എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതായിരുന്നു. പക്ഷെ അതിവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ഓപ്ഷൻ D തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് A is equal to Aij whose elements are given by, ഈ രീതിയിൽ തന്നിട്ടുണ്ട്. വെരി ഈസി ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് Aij is equal to I plus j whole square by 2. ഇനി നമ്മൾ A11 കാണാം, A2/2 മെട്രിക്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ A11 കാണാം, A12, A21, A22 4 എലമെൻസും കാണാം. സോ A11 എന്ന് പറയുമ്പോൾ ഐയും ജെയും 1 എടുക്കാം. സോ 1 + 1 whole square by 2, സോ ഈക്വൽ ടു 2 എന്ന് കിട്ടും. A12 ആണെങ്കിൽ 1 + 2 whole square by 2, സോ 9/2 എന്ന് വരും. A21 ആണെങ്കിൽ 2 + 1 whole square by 2, സോ 9/2. A22 ആണെങ്കിൽ 2 + 2 whole square by 2, 16/2, 8 എന്ന് വരും. സോ ഈ രീതിയിൽ മെട്രിക്സ് എഴുതാം. 2 9/2, 9/2, 8 എന്ന് എഴുതാം. ഇനി ഇതിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡെറിവേറ്റീവ് ഓഫ് 2 raised to x. A raised to xൻ്റെ ഡെറിവേറ്റീവ് ഓഫ് A raised to x നമ്മൾ പഠിക്കുന്നുണ്ട്. A raised to x ഇൻറ്റു log A. സോ ഡെറിവേറ്റീവ് ഓഫ് 2 raised to x എന്ന് പറയുമ്പോൾ 2 raised to x ഇൻറ്റു log 2 എന്ന് എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, dy/dx കാണാൻ. ഇഫ് sin x + cos y ഈക്വൽ ടു xy ഫൈൻഡ് dy/dx. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. sin x + cos y ഈക്വൽ ടു xy എന്ന് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. sin xൻ്റെ ഡെറിവേറ്റീവ് cos x പിന്നെ cos y ആണ്. സോ cos y എന്ന് പറയുമ്പോൾ cos yയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് sin y എന്ന് എഴുതാം. ഇൻറ്റു വൈനെ ഒന്നും കൂടി ഡെറിവേറ്റീവ് കാണാം. സോ dy/dx എന്ന് എഴുതാം. ഈക്വൽ ടു RHSൽ പ്രോഡക്റ്റ് റൂൾ കൊടുത്തിട്ട് എഴുതാം. ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y dy/dx എന്ന് എഴുതാം. പ്ലസ് y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എന്ന് എഴുതാം. സോ x dy/dx പ്ലസ് y എന്ന് എഴുതാം. ഇതിൽ ഈ ടേംസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് dy/dxനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. സോ cos x ഇവിടെ എഴുതി, പ്ലസ് y എന്നുള്ളത് ഈ സൈഡിലോട്ട് LHSലോട്ട് വരുമ്പോൾ cos x മൈനസ് y ഇസ് ഈക്വൽ ടു x ഇൻറ്റു dy/dx പ്ലസ് sin y ഇൻറ്റു dy/dx എന്ന് വരും. ഇനി അതിൽ dy/dx കോമൺ ആയിട്ട് എടുത്താൽ x പ്ലസ് sin y എന്ന് ബ്രാക്കറ്റിൽ എഴുതാം. ഇനി dy/dxനെ അവിടെ നിർത്തിയിട്ട് ഈ x പ്ലസ് sin yനെ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ dy/dx ഈക്വൽ ടു cos x മൈനസ് y ഡിവൈഡഡ് ബൈ x പ്ലസ് sin y എന്ന് എഴുതാം. സോ ഇതാണ് ആൻസർ. ഇനി ഇത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് y മൈനസ് cos x ഡിവൈഡഡ് ബൈ നെഗറ്റീവ് ഓഫ് x പ്ലസ് sin y അങ്ങനെ കിട്ടിയാലും ആൻസർ ശരിയാണ് കേട്ടോ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആബ്സലൂട്ട് മാക്സിമം ആൻഡ് ആബ്സലൂട്ട് മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ തന്നിട്ടുള്ളത് 2x² - 8x + 5, ഇൻ്റർവെൽ തന്നിട്ടുണ്ട് 1, 5 എന്ന്. ആബ്സലൂട്ട് മാക്സിമം ആബ്സലൂട്ട് മിനിമം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആബ്സലൂട്ട് മാക്സിമം ആബ്സലൂട്ട് മിനിമം കാണണമെന്നുണ്ടെങ്കിൽ 4 സ്റ്റെപ്പുകളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. f' കണ്ടിട്ട് ഈക്വൽ ടു 0 കൊടുക്കുക. ഈക്വൽ ടു 0 കൊടുത്തിട്ട് x ഈക്വൽ ടു അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. x ഈക്വൽ ടു എന്നുള്ള വാല്യൂസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ
ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഫംഗ്ഷൻ്റെ ഇൻ്റർവെൽ തന്നിട്ടുള്ളത് നോക്കുക. 1, 5 എന്നാണ്. ആ രണ്ട് ഇൻ്റർവെല്ലിലും ഫംഗ്ഷൻ്റെ വാല്യൂസ് കാണാം. f(1) കാണാം, അതേപോലെ f(5) കാണാം. അതുപോലെ ഇവിടെ AB ആണെന്നുണ്ടെങ്കിൽ f(a)യും f(b)യും കാണാം. ആ ക്രിട്ടിക്കൽ പോയിൻ്റുള്ള ഫംഗ്ഷൻ്റെ വാല്യൂയും അതുപോലെ ഈ ഇൻ്റർവെല്ലിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂസും 3 കണ്ടുപിടിക്കുക. 3 കണ്ടുപിടിച്ചതിന് ശേഷം ഏതാണോ മാക്സിമം അവിടെ അബ്സല്യൂട്ട് മാക്സിമം കിട്ടും. അതുപോലെ തന്നെ ഏതാണോ മിനിമം അവിടെ അബ്സല്യൂട്ട് മിനിമം എന്ന് എഴുതാം. സോ ആദ്യം ഫംഗ്ഷൻ എഴുതാം. f'(x) കാണാം. f'(x) കാണുമ്പോൾ 2x² - 8x എന്നാണ്. സോ നമുക്ക് എഴുതാം 4x - 8 എന്ന് എഴുതാം. 5ൻ്റെത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ഇനി f'(x) = 0 കൊടുക്കുക. സോ 4x - 8 = 0 എന്ന് വരും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് 2 എന്ന് കിട്ടും. ഇനി f(1) ഈ ഇൻ്റർവെൽ തന്നിട്ടുള്ളത് എടുക്കുക. f(1) കാണാം, f(5) കാണാം. f(1) കാണുമ്പോൾ നമുക്ക് -1 എന്ന് കിട്ടും. f(5) കണ്ടാൽ 15 എന്ന് വരും. f(2) കണ്ടു കഴിഞ്ഞാൽ -3 എന്ന് വരും. ഇനി ഇതിൽ അബ്സല്യൂട്ട് മാക്സിമം കാണാൻ കിട്ടിയിട്ടുള്ളതിൽ മാക്സിമം വാല്യൂ 15 ആണ്. സോ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് 15 അറ്റ് ഏത് വാല്യൂ x = 5 ഇനി അബ്സല്യൂട്ട് മിനിമം കാണാൻ തന്നിരിക്കുന്നതിൽ മിനിമം എന്ന് പറയുന്നത് -3 ആണ്. സോ അബ്സല്യൂട്ട് മിനിമം എന്ന് പറയുന്നത് -3 ഇപ്പോൾ അറ്റ് x = 2 എന്ന് എഴുതാം. ഇനി 6th ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ്റഗ്രൽ 0 to π/2 √sin x /√sin x + √cos x dx. ഇത് ആക്ച്വലി കാണുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ അറിയണം. ഈ ഒരു ഇക്വേഷൻ അറിയുമെങ്കിൽ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഓർമ്മയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് 3 മാർക്സ് പോകും. പക്ഷേ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കാണാം. സോ ഇൻ്റഗ്രൽ 0 to a f(x) എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ 0 to a f(a - x dx) ആണ്. സോ ഇതിനെ നമ്മൾ i എന്നെടുക്കാം. ലെറ്റ് i is equal to 0 to π/2 തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. എന്നിട്ട് ഇവിടെ നമ്മൾ f(a - x) കാണാം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് a - x എഴുതിയിട്ട് കാണാം. സോ √(a)യുടെ വാല്യൂ π/2 ആണ്. √π/2 - x എന്ന് എഴുതാം. അതുപോലെ √sin π/2 - x ഡിനോമിനേറ്ററിൽ പ്ലസ് √cos π/2 - x എന്ന് എഴുതാം. ഇനി sin π/2 - x എന്ന് പറയുമ്പോൾ നമുക്കതിന് cos x എന്ന് എഴുതാം. അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ sin π/2 - x വീണ്ടും cos x എന്ന് എഴുതാം. അതുപോലെ cos π/2 - x നമുക്ക് sin x എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റത്തേനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2i എന്ന് വരും. ഇവിടെ ഡിനോമിനേറ്ററിൽ √sin x + cos x തന്നെയാണ്. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ ജസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ √sin x + √cos x എന്ന് വരും. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആയിട്ട് വരും. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 dx എന്ന് വരും. 1ൻ്റെ ഇൻ്റഗ്രൽ x ആണ്. അവിടെ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ π/2 - 0 എന്ന് വരും. ആൻസർ π/2 എന്ന് കിട്ടും. Therefore i = π/4 എന്ന് എഴുതാം. ഇപ്പോൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടാവും, ഇത്ര ഈസി ആയിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും. എത്ര പേർക്ക് ഇതിന് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. 7th ക്വസ്റ്റ്യൻ ഇഫ് a is equal to വെക്ടർ a തന്നിട്ടുണ്ട്, വെക്ടർ b തന്നിട്ടുണ്ട്. ഫൈൻഡ് വെക്ടർ a + b. വെരി ഈസി ക്വസ്റ്റ്യൻ. a + b ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ആൻസർ കാണാം. സോ 3i + 5j + 3k എന്ന ആൻസർ കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രൊജക്ഷൻ ഓഫ് a on b. പ്രൊജക്ഷൻ ഓഫ് a on b കാണാൻ a.b / mod b ചെയ്യാം. a.b കാണാൻ രണ്ടിൻ്റെയും കോഎഫിഷ്യൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. സോ 2 × 1 + 3 × 2 + 2 × 1 എന്ന് പറയുമ്പോൾ 2 വരും. സോ 2 + 6 + 2 എന്ന ന്യൂമറേറ്ററിൽ എഴുതാം. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി കാണാൻ √ ഇവിടെയുള്ള കോഎഫിഷ്യൻറ്റുകളത്തിൻ്റെ സ്ക്വയർ കാണാം. 1² + 2² + 1². സോ ഡിനോമിനേറ്റർ √6 എന്ന് വരും. 10/√6 എന്ന പ്രൊജക്ഷൻ്റെ ആൻസർ കിട്ടും. ഈസി ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ഷൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പ്രൊജക്ഷൻ കാണാനും പ്രൊജക്ഷൻ ഓഫ് a on b കാണാൻ a.b / mod b ചെയ്യുക. 8th ക്വസ്റ്റ്യൻ ഇഫ് a die is thrown twice, a and b are 2 events obtained as follows. a എന്ന് പറയുന്ന ഇവൻറ്റ് 4 appeared at least once. ഒരു പ്രാവശ്യമെങ്കിലും 4 appear ചെയ്യണം. അതുപോലെ b എന്ന് പറയുന്നത് sum is 5. കാണാൻ ചോദിച്ചിട്ടുള്ളത് പ്രോബബിലിറ്റി ഓഫ് a, പിന്നെ b പ്രോബബിലിറ്റി ഓഫ് a given b. 3 കാണാനുണ്ട്. സോ ആദ്യം നമുക്ക് എഴുതേണ്ടത് ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എഴുതാം. if I die is thrown twice എന്ന് പറഞ്ഞിട്ടുള്ളത് 2 പ്രാവശ്യമാണ് നമ്മൾ എറിഞ്ഞിട്ടുള്ളത്. സോ 2 പ്രാവശ്യം ആയതുകൊണ്ട് എൻ്റെ സാമ്പിൾ സ്പേസ് ഇതേ രീതിയിൽ എഴുതാം. 1 1 1 2 1 3 1 4 1 5 1 6. അതുപോലെ 2 1 2 2 2 3 2 4 2 5 2 6 എന്ന് എഴുതാം. ഇതേ രീതിയിൽ നമുക്ക് 36 എലമെൻറ്റ്സ് സാമ്പിൾ സ്പേസിൽ എഴുതാം. ഓക്കെ, ലാസ്റ്റ് 6 1 6 2 6 3 6 4 6 5 6 6 ഇതൊക്കെ എഴുതാൻ അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇനി തന്നിരിക്കുന്ന ഫസ്റ്റ് ഇവൻറ്റ് എ എന്ന് പറയുന്നത് 4 അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് എന്നാണ്. സോ ഇതിൽ 4 അപ്പിയർ ചെയ്യുന്നത് എവിടേക്കാണെന്ന് നോക്കുക. 4 അപ്പിയർ ഇവിടെ ഉണ്ട്. അതുപോലെ 2 4 കാണാം, 3 4 കാണാം. പിന്നെ ഈ റോയിൽ കംപ്ലീറ്റ് എല്ലാത്തിലും 4 ഉണ്ട്. പിന്നെ ഇവിടെ 5 4 വരും, 6 4 വരും. സോ ആ എലമെൻറ്റ്സ് ഒക്കെ നമ്മളിവിടെ എ എന്ന് പറഞ്ഞ എലമെൻറ്റിൽ എഴുതാം. 4 1 4 2 4 3 4 4 4 5 4 6 പിന്നെ 1 4 1 2 4 3 4
പിന്നെ 5 4 6 4 അത്രയും എലമെൻറ്റ്സ് 11 എലമെൻറ്റ്സ് എഴുതാം നമുക്ക്. ഇനി അതിൽ ബി എന്ന് പറഞ്ഞ ഇവൻറ്റ് സം ഇസ് 5, സമ്മ് 5 കിട്ടണം. ഇതിലേതൊക്കെ ആഡ് ചെയ്താലാണ് സമ്മ് 5 കിട്ടുക എന്ന് നോക്കാം. സോ ഇത് ആഡ് ചെയ്താൽ 1 + 1 2 വരിക, ഇത് 1 + 2 3 എന്ന് വരും, ഇത് 1 + 3 4 വരിക, ഇത് 1 + 4 സോ 5 വരും. അപ്പോൾ ഇതിൽ 5 വരുന്നുണ്ട്. അതിനെ തിരിച്ചെഴുതാം നമുക്ക്. 4 1 ആഡ് ചെയ്യുമ്പോഴും 5 വരും, അതുപോലെ 2 3 ആഡ് ചെയ്യുമ്പോൾ 5 വരും, 3 2 ആഡ് ചെയ്യുമ്പോഴും 5 വരും. ഇതെങ്ങനെ സാമ്പിൾ സ്പേസ് എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഏകദേശം മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ എഴുതിയാലും മതി. ഓക്കെ, സാമ്പിൾ സ്പേസ് ഇത്രയും എഴുതിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് എൻ ഓഫ് സാമ്പിൾ സ്പേസ് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്, അത് 36 എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഗസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതേപോലെ എപ്പോഴാണ് സം 5 വരുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 4 എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇനി പ്രോബബിലിറ്റി ഓഫ് എ കാണണം. പ്രോബബിലിറ്റി ഓഫ് എ കാണുമ്പോൾ ഇതിൽ ഇത്ര എലമെൻറ്റ്സ് ഉണ്ട് നോക്കുക. ഇതിൽ 11 എലമെൻറ്റ്സ് ആണ്. 11 ഡിവൈഡഡ് ബൈ ടോട്ടൽ സാമ്പിൾ സ്പേസിലെ എലമെൻറ്റ്സ് 36, സോ 11/36 എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ബി കാണാൻ ഇതിൽ 4 എലമെൻറ്റ്സ് ആണ്, സോ 4/36 എന്ന് എഴുതാം. ഇനി എ ഗിവൺ ബി കാണുമ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ വേറെ കാണണം. സോ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കാണാം. എ ഇൻ്റർസെക്ഷൻ ബി എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ 1 4 ഉണ്ട്, അതുപോലെ 4 1 ഉണ്ട്. സോ ആ 2 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ 1 4 4 1 എന്ന് എഴുതാം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ടോട്ടൽ എലമെൻറ്റ്സ് 2 ആണ്, സോ 2/36 എന്ന് എഴുതാം. ഓക്കെ, ഈ വാല്യൂസൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ ഗിവൺ ബി കിട്ടും, ഈക്വൽ ടു എ ഗിവൺ ബി 1/2 എന്ന് ആൻസർ എഴുതാം. ഇത്രയുമാണ് ഫസ്റ്റ് സെക്ഷൻ, 3 മാർക്സിൻ്റെ സെക്ഷൻ. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്